നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. രാജ്യത്തിന്റെ നിർണായക തീരുമാനങ്ങൾ വിദേശ ഭരണാധികാരി പറഞ്ഞറിയേണ്ടി വരുന്നത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷം. മോദി സർക്കാരിന്റെ അമേരിക്കൻ നയതന്ത്രം ഇന്ത്യയുടെ പരമാധികാരത്തിനും അഭിമാനത്തിനും മേലുള്ള കടന്നുകയറ്റമാണോ? കരാർ നേട്ടം എങ്ങനെ വിശദീകരിച്ചാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയെങ്കിൽ ആ ദുരൂഹതകൾ നീക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. ടോപ് 10 ആരംഭിക്കുന്നു. സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വ്യാപാരം, സുരക്ഷ, പ്രതിരോധമടക്കം മലേഷ്യയുമായി നിർണായക 10 കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രിയും. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് ഇന്ത്യ ഉടൻ അംഗീകാരം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുമ്പ് ഒപ്പുവെക്കും. ഏപ്രിലിന് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് സൂചന. ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകിയേക്കില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. പാർലമെന്റ് നാളെയും പ്രക്ഷുബ്ധമായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ മൊഴി കള്ളമെന്ന് VSSയുടെ അന്തിമ പരിശോധനാ ഫലം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് റിപ്പോർട്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തത. വീണ്ടും സാമ്പിൾ ശേഖരിക്കും. പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ മറ്റൊരു ഫോട്ടോ കൂടി പുറത്ത്. 2 അല്ല 40 തവണ പോയാലും തുറന്നു പറയാൻ മടിയില്ലെന്ന് കടകംപള്ളി. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് അടൂർ പ്രകാശിന്റെ മൊഴി. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലെന്ന് MV ഗോവിന്ദൻ. നെടുംപറമ്പിൽ ഫിനാൻസുമായുള്ള കേസിൽ MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് നൽകും. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ആന്റോ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPM. രേഖകളില്ലാതെ 2 കോടി ആന്റോ ആന്റണി എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് വെളിപ്പെടുത്തണമെന്ന് MV ഗോവിന്ദൻ. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സമർപ്പിച്ച ജസ്റ്റിസ് JB കോശി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് മാരമൺ കൺവെൻഷനിൽ മാർത്തോമാ സഭ അധ്യക്ഷൻ. വർഗീയ മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ കാര്യങ്ങൾ നടപ്പാക്കിയെന്നും ബാക്കിയുള്ളവ ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി P രാജീവ്. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ ഔദ്യോഗിക അവധി അനുവദിക്കണമെന്ന് സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന് മുഖ്യമന്ത്രി. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. സംസ്ഥാനത്തെ സ്പാകളിലും മസാജ് സെന്ററുകളിലും വ്യാപക പരിശോധന. തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനധികൃത സ്പാ അടച്ചു. സംസ്ഥാനത്തെ നെല്ലുൽപാദകർക്ക് കൂടുതൽ ബോണസ് നൽകുന്നതിനെ എന്തിനാണ് കേന്ദ്രം എതിർക്കുന്നതെന്ന് മുഖ്യമന്ത്രി. നെല്ല് സംഭരണത്തിന് ബോണസ് നൽകുന്നത് വിപണി വില ഉയരാനിടയാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഭക്ഷ്യവില കയറ്റത്തിന് ഇത് കാരണമാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. സന്തോഷ് ട്രോഫി കിരീടം സർവീസസിന് എക്സ്ട്രാ ടൈമിൽ കേരളത്തെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. കേരളം ഫൈനലിൽ തോൽക്കുന്നത് 9ാം തവണ. T20 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിനുള്ള സമവായ ചർച്ചകൾക്കായി ICC പ്രതിനിധികൾ പാകിസ്ഥാനിൽ. കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടേത് തിരോധാനമല്ല, കൊലപാതകമെന്ന് ഭാര്യ. ആശുപത്രിയിൽ 1 ഡ്രിപ്പെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും നീതി ഉറപ്പാക്കണമെന്നും കുടുംബം. സ്റ്റോറി ഓഫ് ദി ഡേ. ദാരുശില്പ പ്രഭയിൽ ഇലന്തൂർ ക്ഷേത്രം. വ്യാപാരം, പ്രതിരോധം, സുരക്ഷയടക്കം 10 മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ മലേഷ്യ ധാരണ. കരാറുകൾ ഒപ്പുവെച്ചു. ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും വ്യക്തമാക്കി. ഇന്തോ പസഫിക് മേഖലകളിലെ സമാധാനത്തിന് യോജിച്ച് നിൽക്കുമെന്നും ഇരു പ്രധാനമന്ത്രിമാരും അറിയിച്ചു.
മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയമായ പെർദാനപുത്രയിലെത്തിയ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറുമാണ് നൽകിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, ദുരന്ത നിവാരണം, സെമി കണ്ടക്ടർ, വിദ്യാഭ്യാസം, തമിഴ് സിനിമയുടെ പ്രോത്സാഹനം അടക്കമുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനത്തിന് യോജിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. And one remarkable feat is this decision to use local currency as far as possible, and Bank Negara Malaysia and CBI has worked on this area. ആസിയാൻ കരാർ പുനഃപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हम आसियान के साथ पूरे इंडो पैसिफिक क्षेत्र में विकास, शांति और स्थिरता के लिए प्रतिबद्ध है. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വ്യോമസേനയുടെ കരുത്ത് അജയമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് ഉടൻ അംഗീകാരം നൽകും. 114 വിമാനങ്ങൾ വാങ്ങാനാണ് ധാരണ. 3 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. പ്രതിരോധ സംഭരണ കൗൺസിലാണ് കരാറിന് അംഗീകാരം നൽകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുമ്പ് കരാറിൽ ഒപ്പുവെക്കാനാണ് നീക്കം. ഈ മാസം 18-നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ. US ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി നിർത്തലാക്കാൻ തയ്യാറായതിനു പകരമായാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം. റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നും അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക ഇന്ത്യൻ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനികൾ റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, MRPL, HMEL കമ്പനികൾ നേരത്തെ തന്നെ റഷ്യൻ എണ്ണ നിർത്തിയിരുന്നു. ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ദിവസം 10 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തത് മാർച്ചിൽ 5-6 ലക്ഷമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 4 ലക്ഷവും നയാരയുടേതാണ്. പുതിയ US കരാർ പ്രകാരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ആയിരിക്കും ഇനി എണ്ണ ഇറക്കുമതി. എന്നാൽ പൂർണ്ണമായും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുമെന്നാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ധാരണയായെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങൾ മാത്രമല്ല ഇന്ത്യ എണ്ണ വാങ്ങുന്ന ഏക രാജ്യമെന്നും റഷ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് പുതിയ കാര്യമല്ലെന്നായിരുന്നു റഷ്യൻ നിരീക്ഷണം. ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് തുടരും. ഇന്ത്യ ഇത് നിർത്തുന്നതായി ഇതുവരെയും അറിയിച്ചില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ദശാബ്ദങ്ങളായി പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ റഷ്യയുമായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സൗഹൃദമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. പാർലമെന്റ് നാളെയും പ്രക്ഷുബ്ധമാകും. നാളെ പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതിപക്ഷ നേതാക്കൾ കരാർ വിശദമായി വിലയിരുത്തും. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്ററുകളുമായി എത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളും നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിഷേധം. അതിനിടെ വ്യാപാര സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് വാണിജ്യ മന്ത്രാലയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ VSSയുടെ അന്തിമ പരിശോധനാ ഫലം SITക്ക് കൈമാറും. മോഷ്ടിച്ച സ്വർണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കള്ളമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ അവ്യക്തതയുള്ളതിനാൽ SIT വീണ്ടും സാമ്പിൾ ശേഖരണം നടത്തും.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 പതിറ്റാണ്ടുകാലത്തെ ഇടപാടുകൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമതും സാമ്പിളുകൾ ശേഖരിച്ചത്. ഇവയുടെ പരിശോധനാ ഫലമാണ് VSSC അന്വേഷണ സംഘത്തിന് കൈമാറിയത്. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കളവാണെന്നും കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. കിലോ കണക്കിന് സ്വർണം കട്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. എന്നാൽ കട്ടിളപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുണ്ട്. പരിശോധനാ ഫലത്തിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്ന് മൊഴി നൽകി അടൂർ പ്രകാശ്. ബംഗളൂരുവിലും വീട്ടിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയതായി മൊഴിയിൽ പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ SITക്കാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയത്. അതേസമയം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ചിത്രം സംബന്ധിച്ച് ഓർമ്മയില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിന്റെ ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും വീട്ടിലും ബംഗളൂരുവിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സമ്മാനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട പഴയ മൊഴിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവാണെന്ന് ചിത്രം വ്യക്തമാക്കുന്നു. പുതിയതായി പുറത്തുവന്ന ചിത്രം സംബന്ധിച്ച് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗൺമാൻ, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗൺമാന്മാരോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമായി ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചു. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരൊന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. പക്ഷേ അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനായി ചില പ്രത്യേക ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അവരാണ് UDF നേതാക്കളെ കൂടി ബന്ധപ്പെടുത്തി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. തന്റെ ചോദ്യം ചെയ്യൽ സമയത്ത് പുറത്ത് വാർത്തകൾ പ്രചരിപ്പിച്ചതും ഇവരാണ്. പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തെന്ന് എന്നുമുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. കള്ളന്മാരും ദുഷ്ടന്മാരും ആണെന്ന് മനസ്സിലാക്കിയാണ് അവരെ മാറ്റി അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകളും ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിശദമായ വാദം കേൾക്കും. ഇരു ജാമ്യഹർജികളിലും വാദം കേൾക്കുന്ന കോടതി SIT റിപ്പോർട്ട് കൂടെ പരിഗണിച്ചാകും തീരുമാനമെടുക്കുക. ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ഉത്തരവാദിത്തമുള്ളൂവെന്നും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലെന്നുമാണ് തന്ത്രി ജാമ്യഹർജിയിൽ പറയുന്നത്. നിലവിൽ ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയെ പ്രതി ചേർത്തിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ജയിൽ മോചിതനായ സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യഹർജികളും വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കഴിഞ്ഞ ദിവസം തന്ത്രിയെ ഓൺലൈൻ മുഖേനയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നീട്ടിയത്. അതിനിടെ തന്ത്രിയുടെ ജാമ്യഹർജികളെ എതിർത്തുകൊണ്ട് SIT റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയാണെന്നും ഗുരുതരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നുമാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണക്കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ആന്റോ ആന്റണി MPക്ക് 2019 2 കോടി രൂപ നൽകിയതായി NM രാജു വ്യക്തമാക്കിയിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് സംശയിക്കുന്ന തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റോ ആന്റണി MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ആന്റോയ്ക്ക് 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ നൽകിയതായും 7 വർഷമായിട്ടും തിരികെ നൽകിയില്ലെന്നുമായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക സഹായം ലഭിച്ചതായി ആന്റോ ആന്റണിയും സമ്മതിച്ചു. ഇതോടെയാണ് കള്ളപ്പണ ഇടപാടിൽ ഇരുവരെയും ED ചോദ്യം ചെയ്യുന്നത്. ആദ്യം NM രാജുവിനെയും പിന്നീട് ആന്റോ ആന്റണിയെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. രാജുവിൽ നിന്ന് ലഭിച്ച തുക കള്ളപ്പണമാണോ, തെരഞ്ഞെടുപ്പ് ചെലവിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെട്ട പണമാണോ ആന്റോയ്ക്ക് ലഭിച്ചതെന്നറിയാൻ NIAയും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ഫോട്ടോയുടെ കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. അതേസമയം 2 കോടി രൂപ വാങ്ങിയത് എങ്ങനെയാണെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ 2 കോടി റുപ്യ വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് MPക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയത് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തത വരുത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VD സതീശനും KC വേണുഗോപാലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി. ആന്റോ ആന്റണി 2 കോടി വാങ്ങിയതിനെക്കുറിച്ച് VD സതീശൻ വ്യക്തത വരുത്തണം. സാമ്പത്തിക കുറ്റവാളികളുമായുള്ള ബന്ധം തെളിഞ്ഞതോടെ കോൺഗ്രസിന്റെ ക്രിമിനൽ മുഖം വ്യക്തമായെന്നും ശിവൻകുട്ടി പറഞ്ഞു. KC വേണുഗോപാൽ അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ കഴിയുമോ എന്നും കള്ളനെ കൈയോടെ പിടികൂടുമ്പോഴുള്ള വിഭ്രാന്തിയാണ് KCക്കെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. കോൺഗ്രസിന്റെ സമന്വയ നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുമായിട്ടും ആ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള വേണുഗോപാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു അക്ഷരവും കാര്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിക്ക് ആരാണ് അവസരമൊരുക്കിയത്? ആന്റോ ആന്റണി MPക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായി CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പണം കൊടുത്തെന്ന് NM രാജുവും വാങ്ങിയെന്ന് ആന്റോ ആന്റണിയും സമ്മതിച്ചു. ആന്റോയുടെ ബാംഗ്ലൂരിലെ ഭൂമി വിറ്റ് പണം തിരികെ നൽകാമെന്നാണ് NM രാജുവിനോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ ഭൂമി ഇടപാടുകളും പരിശോധിക്കണം. ആന്റോയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. പൈസ കൊടുത്ത NM രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. NM രാജുവിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോളും ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ സർക്കാർ കാട്ടുന്ന കാലതാമസത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശിച്ച അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്ന ഭരണാധികാരികൾ രാജ്യത്തിന് ആവശ്യമാണെന്നും വോട്ട് ചെയ്യാതിരിക്കാൻ ആരും ശ്രമിക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. പമ്പ മണൽപ്പുറത്തെ കൂറ്റൻ ഓലപ്പന്തലിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാണ് 131ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ നടത്തിപ്പിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പിന്തുണയെ പ്രകീർത്തിച്ച അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സർക്കാർ പുലർത്തുന്ന വിമുഖതയെ വിമർശിച്ചു. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ ഇച്ഛാശക്തി കാട്ടണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2020 നവംബർ 5 സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം.
സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തെയും മദ്യനയത്തെയും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും മദ്യവിൽപ്പന കുതിച്ചുയരുന്നതും ആശങ്കാജനകമാണ്. രാസലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അത് തടയേണ്ടവർ നിസ്സംഗത പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്നത് ആശങ്കയാണെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് വിരാമമിട്ട് പുതിയ സർക്കാർ നിലവിൽ വന്നെങ്കിലും ആളുന്ന സംഘർഷവും ബഹിഷ്കരണ ഭീഷണികളും ഇപ്പോഴും ആശങ്കയാവുകയാണ്. വൈവിധ്യവും ബഹുസ്വരതയുമാണ് നമ്മുടെ ദേശത്തിന്റെ സൗന്ദര്യവും കരുത്തും. എന്നാൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നത് മൂലം ഒരുതരം അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വരും ദിവസങ്ങളിൽ പ്രമുഖ വചനപ്രഘോഷകർ മുഖ്യ പ്രസംഗകരാകും. 8 നാൾ നീളുന്ന കൺവെൻഷൻ 15-ന് സമാപിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ ശുപാർശകൾ നടപ്പാക്കിയെന്ന് മന്ത്രി P. രാജീവ്. ബാക്കിയുള്ളവയും നടപ്പാക്കും. ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിയമ ഭേദഗതി വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു. എന്തെല്ലാം ശുപാർശകൾ നടപ്പാക്കി, ഏതെല്ലാം നടപ്പാക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. JB കോശി കമ്മീഷന്റെ ശുപാർശകൾ നല്ലൊരു പങ്ക് നടപ്പിലാക്കി. ചിലത് നിയമ ഭേദഗതിയിൽ വേണ്ടി വരുന്നതായിരിക്കും, ചിലത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അതെല്ലാം പൊതുസമൂഹത്തിൽ പറയും ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ ബാക്കിയുള്ളതിൽ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാം പരമാവധി ചെയ്യാൻ കഴിയാവുന്നത് തന്നെയാണ്. ചിലത് നിയമ ഭേദഗതിയിൽ ആവശ്യമായിട്ട് വരും. പൊതുവിദ്യാഭ്യാസ കലണ്ടറിൽ സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിക്കണമെന്നും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ ഔദ്യോഗിക അവധി അനുവദിക്കണമെന്നും സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം. വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇടപെടണമെന്ന ആവശ്യം. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നിവയ്ക്ക് നിലവിൽ നൽകി വരുന്ന അവധി ദിനങ്ങൾ അപര്യാപ്തമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഈദ് ആഘോഷങ്ങൾക്ക് ദീർഘമായി അവധി നൽകുന്ന മാതൃക പരിഗണിച്ച് കേരളത്തിൽ 2 പെരുന്നാളുകൾക്കും ചുരുങ്ങിയത് 3 ദിവസത്തെ അവധി പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർഗോഡ് നടക്കുന്ന സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം തടസ്സമാകാത്ത രീതിയിൽ നടത്തുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരീക്ഷകളുടെ സമയക്രമം അനിവാര്യമെന്നും ജുമാ സമയത്ത് പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികളോടും വിശ്വാസികളായ അധ്യാപകരോടുമുള്ള അനീതിയെന്നും സമ്മേളന പ്രമേയത്തിൽ പറയുന്നു. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതമൈത്രി ഊട്ടി ഉറപ്പിച്ച് നീങ്ങണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമസ്ത 100ാം വാർഷിക സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുസ്ലിം സമുദായത്തിലെ നവോത്ഥാനത്തിന്റെ സവിശേഷ ഘട്ടമാണ് സമസ്തയുടെ 100 വർഷങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. മുഹമ്മദ് നബിയുടെ വിശ്വദർശനം എല്ലാ വിഭാഗീയതകളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത്. മതമൈത്രിയും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. LDFും UDFും വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജമായത്ത് പോലുള്ള വർഗീയ സംഘടനകളെ കോൺഗ്രസ് വെള്ളപൂശുകയാണ്. മലബാറിലെ സംസ്കാരത്തെ തകർക്കുകയാണ് ജമായത്തിന്റെ ലക്ഷ്യം. ലീഗിനെയും ജമായത്ത് വിഴുങ്ങിയെന്ന് സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ജമായത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകൾ. ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടത്തുന്നത്. തലസ്ഥാനത്തെ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന. യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പായിൽ പരിശോധന നടത്തിയത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പർശൻ വെൽനസ് സ്പായുടെ അനധികൃത കേന്ദ്രം അടച്ചു. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സ്പായിൽ അഭിമുഖത്തിനെത്തിയ യുവതിയോട് സ്പാ ഉടമ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ലഭിച്ചെന്ന് വെളിപ്പെടുത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷാണ്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം
അവരുടെ ഉടമസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. തലസ്ഥാനത്തെ സ്പാകളിൽ പരിശോധന കർശനമാക്കുമെന്ന് മേയർ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് സ്റ്റാച്യുവിലെ സ്പർശൻ സ്പാ സെന്ററിൽ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിയത്. മേയറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനയെന്ന് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗണേഷ് കുമാർ പറഞ്ഞു. അതിൽ ഇവർക്ക് 2 കെട്ടിട മുറി ഉണ്ടായിരുന്നു. ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, മറ്റൊന്നിൽ ലൈസൻസ് എടുക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് ആ സ്ഥാപനം സ്ഥിരമായി പൂട്ടുന്നതിനും പുള്ളിയെ സ്വമേധയാ പൂട്ടി താക്കോല് നഗരസഭയെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്കും ലൈസൻസ് എടുക്കുന്ന മുറയ്ക്കും തുറന്നു കൊടുക്കും. പിന്നെ ബന്ധപ്പെട്ട രേഖകളും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയം അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. നിലവിൽ ഈ സ്പായെ പറ്റി മാത്രമാണ് പരാതി ലഭിച്ചിട്ടുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ വിവിധ സ്പാകളിൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. 1-ാം പ്രതി മരണസുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. മറ്റു 4 പേരാണ് ഒളിവിലുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിനു ശേഷം സംസ്ഥാനം വിടുന്ന രീതിയാണ് ഈ സംഘം സ്ഥിരമായി ചെയ്യാറുള്ളത്. ക്രൂരപീഡനത്തിന് സ്പായിലെ സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു. ഈ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺസുഹൃത്തിലേക്കും പോലീസ് അന്വേഷണം നീളും. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനും സാധ്യതയുണ്ട്. തിരുവല്ലയിൽ കൂട്ടുകെട്ടുള്ള പോലീസുകാർ മാസപ്പടി പറ്റുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാകുമെന്നാണ് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി അറിയിച്ചതെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് മുകളിൽ ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെൽ കർഷകരെ ചേർത്ത് പിടിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ എന്തിനാണ് അസ്വസ്ഥതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഭാഗമായി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുന്നതിന്റെ ആദ്യ പടിയായാണോ ഇതെന്നും കേന്ദ്രം വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണത്തിന് ബോണസ് നൽകുന്നത് വിപണി വില ഉയരാനിടയാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഭക്ഷ്യവിലക്കയറ്റത്തിന് ഇത് കാരണമാകും. രാജ്യത്തെ പൊതു അവസ്ഥ കണക്കിലെടുത്താണ് കേന്ദ്രം ഇത്തരം ഒരു തീരുമാനം എടുത്തത്. സംസ്ഥാന സർക്കാരാണ് ബോണസ് കാര്യത്തിൽ ഇളവ് നൽകണോ വേണ്ടയോ എന്ന കേന്ദ്രത്തോട് ആവശ്യപ്പെടേണ്ടത്. ഫുഡ് സെക്യൂരിറ്റിക്ക് ഒരു മിനിമം നെല്ല് ഉണ്ടാവണം. അതിൻ്റെ അപ്പുറം ഫുഡ് എക്സ്പോർട്ട് ചെയ്യാൻ എക്സസ് ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യണം. കാരണം എക്സ്പോർട്ട് ചെയ്താൽ കർഷകർക്ക് ബെനിഫിറ്റ്, കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കർഷകർക്ക് ബെനിഫിറ്റ്. പക്ഷേ ഈ ബോണസിൻ്റെ ഇഷ്യൂ അതല്ല. ബോണസിൻ്റെ ഇഷ്യൂ നിങ്ങൾ സ്പെഷ്യൽ ബോണസായിട്ട് ഒരു സംസ്ഥാനം അങ്ങനെ സമ്മതിച്ചാൽ അത് പ്രൊക്യൂർമെൻറ്റ് പ്രൈസിനെ ബാധിക്കുന്നത്. ബോണസ് സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. എക്സ്ട്രാ ടൈമിൽ നേടിയ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് സർവീസസ് കിരീടമണിഞ്ഞത്. 109-ാം മിനിറ്റിൽ അഭിഷേക് പവാർ നേടിയ ഗോളാണ് മത്സരത്തിന്റെ വിധിയെഴുതിയത്. സർവീസസിന്റെ 8ാം കിരീടമാണിത്. തുടർച്ചയായ 2ാം വട്ടമാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഫൈനൽ കളിച്ച കേരളത്തെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ബംഗാളാണ് വീഴ്ത്തിയത്. T20 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അടിയന്തര യോഗം ചേരും. പാകിസ്ഥാന് ലോകകപ്പ് ഭാവിയിലും ഫെബ്രുവരി 15-ലെ ഇന്ത്യ-പാക് മത്സരത്തിന്റെ കാര്യത്തിലും യോഗത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാകും. സമവായ ചർച്ചകൾക്കായി ICC പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. കൊളംബോയിൽ നടക്കേണ്ട ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന നിലപാടിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ICC ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖവാജ, ബോർഡ് അംഗം മുബഷീർ ഉസ്മാനി എന്നിവരാണ് ലാഹോറിലെത്തിയത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമീനുൽ ഇസ്ലാം ബുൾബുളും ലാഹോറിലുണ്ട്. പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫാണ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടീം കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൂരജ് ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൊച്ചി കളമശ്ശേരി ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സൂരജ് ലാമയുടേത് വെറും ഒരു മിസ്സിംഗ് കേസായി കാണരുതെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചു.
സൂരജ് ലാമയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീർണിച്ച അവസ്ഥയിലായതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. കൊച്ചിയിൽ തന്നെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂരജ് ലാമയുടേത് കേവലം തിരോധാന കേസല്ലെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. I'm telling you, I'm going for do this murder case only. ये हॉस्पिटल अगर थोड़ा तो भी देखभाल करता था, थोड़ा तो भी एक बॉटल ड्रिप्स तो भी देता था, मेरा हस्बैंड बच जाता था. കളമശ്ശേരിയിലെ കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടിയ മൃതദേഹം ലാമയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന DNA പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കുവൈറ്റ് മദ്യദുരന്തത്തിലിരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണ് ലാമ കേരളത്തിലെത്തിയത്. കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെടുകയായിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹം കൊച്ചിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നു. എന്നാൽ പോലീസ് അടക്കം അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ കോടതി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച കേസ് കൂടിയാണ് ലാമയുടേത്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസാക്കി ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ആലപ്പുഴ ചേർത്തലയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയും അസ്ഥിയും ജൈനമ്മയുടേതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെയാണ് നിലവിലുള്ള തിരോധാന കേസ് മരവിപ്പിച്ച് കൊലപാതക കേസാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നിലവിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി. 2024 ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയ്ക്കായുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒടുവിൽ എത്തിച്ചേർന്നത് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ സെബാസ്റ്റ്യനിലാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറയും അസ്ഥികളും കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലാണ് രക്തക്കറയും അസ്ഥിയും ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ നിലവിലെ തിരോധാന കേസ് മരവിപ്പിച്ച് കൊലപാതക കേസായി ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് ആക്ട് 2010 സെക്ഷൻ 67, BNS 103(1), 238A, 309, 140(1) എന്നീ വകുപ്പുകളാണ് സെബാസ്റ്റ്യന് എതിരെ ചുമത്തിയിട്ടുള്ളത്. നിലവിൽ ഈ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി. ആലപ്പുഴ സ്വദേശികളായ ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് എതിരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സെബാസ്റ്റ്യൻ നിലവിൽ റിമാൻഡിലാണ്. ഇയാൾക്ക് വേണ്ടി ഇതുവരെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം.